മലക്കുൽ മൗത്തസിറായിൽ അണഞ്ഞിടും മുൻപേ ചലനമെൻ തടിയിൽ നിലച്ചിടും മുൻപേ പുണ്യനബീം തങ്ങളെ റൗള ശരീഫൊന്ന് കണ്ണിനു കാട്ടിടണേ ഇലാഹി എൻ കണ്ണിനു കാട്ടിടണേ. ഇത് ആയിഷ ബീഗം പാടിയതിന് ശേഷം പിന്നെ ഇതിൽ പാടുന്നത് ഞാനാണ്. ഇപ്പോഴാണ് ചിത്ര മേഡം പാടുന്ന കേട്ടത്. ഓരോ സ്റ്റേജിൽ കയറി കഴിഞ്ഞാലും ആ പണ്ടത്തെ കുടമുല്ല, ആ പടവാളും ആ ലങ്കിയും അറിയുന്നവളൊക്കെ തന്നെയാണ് വിജയിക്കണമെങ്കിൽ. അത് തന്നെയാണ്. അത് ആരൊക്കെ പാടി വെച്ചതാ? മാപ്പിളപ്പാട്ടിൻ്റെ സുൽത്താൻമാർ, വാനമ്പാടികൾ, മഹാരാജാത്തികൾ, ഫസീൽ താത്ത, മൂസക്ക. ഞാൻ വളരെ സ്നേഹത്തോട് വിളിക്കുന്ന എന്നെ ഈ രംഗത്തേക്ക് കാലെടുത്ത് വെക്കാൻ എൻ്റെ ഉപജീവന മാർഗത്തിന് വഴിയൊരുക്കി തന്ന റംലാബീഗം. 1000 സീനത്ത് ജനിച്ചാലും ഒരു റംലാബീഗമാവാൻ എന്നെ കൊണ്ട് കഴിയില്ല. ഞാൻ ശ്രമിക്കാം എന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അവരെ കൊണ്ട് അവർ പാടും പോലെ പാടാൻ ശ്രമിക്കാം. അതെനിക്കൊരു മോശമായിട്ട് തോന്നിയിട്ടുമില്ല. ഒരാളെ പാട്ട് എടുത്ത് പാടുമ്പോൾ അവരെ തന്നെ അനുകരിക്കാൻ, അത് അനുകരണമല്ല, അള്ളാഹു തന്ന ഏറ്റവും വലിയൊരു കഴിവാണ്. ഒരാളെ ശബ്ദത്തിൽ മറ്റൊരാൾക്ക് പാടാൻ പറ്റുമെന്നുള്ളതും ആ പാട്ട് അതേപോലെ പാടാൻ പറ്റാതെ അത് നമുക്ക് ദൈവം തന്ന അനുഗ്രഹമാണ്. റംലാബീഗത്തിനോട് ദുബായിൽ വെച്ച് ചോദിച്ചിട്ടുണ്ട്, പാരമ്പര്യം നിലനിർത്താൻ ആരുമില്ലേ? പാരമ്പര്യം നിലനിർത്തുന്ന മകളാണ് ഇതെന്ന് പറഞ്ഞ എന്നെ. അതല്ല എൻ്റെ ജീവിതത്തിലിട്ട് അവാർഡല്ലേ. ഇതാ ഈ മാപ്പിളപ്പാട്ടിലൊരു കണ്ണൂർ തലശ്ശേരി പാരമ്പര്യം ഉണ്ടല്ലോ. എരഞ്ഞോളി മൂസ മുതൽ ഇപ്പോൾ ഈ പറഞ്ഞ കണ്ണൂർ സീനത്ത് വരെ അങ്ങനെ ഒരുപാട് മാപ്പിളപ്പാട്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. ഇത്തേക്ക് എങ്ങനെയാണ് ഈ എരഞ്ഞോളി മൂസയായിട്ടുള്ള ഒരു ഓർമ്മകൾ എങ്ങനെയാണ്? അവരൊക്കെ എത്രമാത്രം പിന്തുണച്ചിട്ടുണ്ട്? മൂസക്കാരേലും പറയാൻ പറ്റൂല. കാരണം ഞാൻ വളർന്ന് ഇത്ര വരെ എത്തുന്നതിൽ ഒരുപാട് പങ്ക് വഹിച്ചതാണ് മൂസക്ക, പീർക്ക, അസീസ് തായ്നേരി, പി എം കുട്ടി മാഷ്, പിന്നെ റംലാബീഗം, ഫസീലത്താത്ത. ഇവരൊക്കെ എന്നെ മനസ്സിലാക്കിയിട്ട് അറിഞ്ഞിട്ട് ഒരു തരത്തിലുള്ള ഇതും കാണിക്കാതെ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി കണ്ട് ഒരു മകളെ പോലെ കൈപിടിച്ച് ഉയർത്തിയവരാണ് അവരൊക്കെ. കാരണം എന്നെ തളരാൻ അവരെ അനുവദിച്ചിട്ടില്ല, എന്നെ വളരാനേ അനുവദിച്ചിട്ടുള്ളൂ.